എത്ര കുഞ്ഞിച്ച ബിരിയാണി ഒക്കെ വെച്ച് പള്ളൊക്കെ അങ്ങോട്ട് ചാടിക്കൊള്ളാം നല്ല കേറ്റില്ലേ. എത്താ ചങ്ങായ പള്ളി നേരി ചെന്ന് കണ്ട് ലേസം പൊടിപ്പിച്ചു. ഇനി ഉച്ചാട്ട ഒന്നും കൂടെ ഒരു പുടുത്തം പൊടിപ്പിക്കണം. അല്ല എന്ത് ബിരിയാണി വെച്ചത്? കുറച്ച് ചിക്കൻ ബിരിയാണി വെച്ചുകൊടും. പിന്നെ പെണ്ണും മരുവാനും വരുന്നുണ്ട്. ഓൽക്ക് കുറച്ച് മട്ടൻ ബിരിയാണിയും വെച്ചുകൊടും. ആദ്യത്തെ പെരുന്നാൾക്ക് തന്നെ ഓല് ഇങ്ങോട്ട് വരിക. അപ്പൊ മരുവനോടെ പെരുന്നാളൊന്നും ഇല്ല ചങ്ങായി. ഓരോ ഒറ്റക്കാരല്ലേ, ഞാൻ ഓരോട് പെരുന്നാൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. അല്ല നിങ്ങളിപ്പോ എവിടുന്നാ വരണോ? ഞാൻ പള്ളി തിരിഞ്ഞിക്കാണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. പള്ളിയും തിരിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ഒരു വഴി വെയിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ പള്ളിത്തൊടുവിലൊക്കെ ഒന്ന് കയറിയായി, മരിച്ചോലെ കബറിങ്ങലൊക്കെ ഒന്ന് പോയി, പിന്നെ കുടുംബത്തിൽ എന്റെ അന്ത്രോന്റോടെയൊക്കെ ഒന്ന് കയറിക്കാണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നമ്മളെ മയമുട്ടിന്റെ പേരിലൊന്ന് കയറണം. ഓപ്പാടെ വെജാതെ എടുക്കല്ലേ. ഞാൻ 25,000 അവിടെ പോയിരുന്നു. പറ്റ അവസനായിക്കുന്നു. നോൻപ് ലാസ്റ്റ് വെള്ളിയാഴ്ച ഞാൻ ഓന്റെ അടുത്ത് പോയിന്നു. ഇന്നിപ്പോ ആ പള്ളിക്ക് അങ്ങനെ ഇരുന്നപ്പോഴേ മുന്നിലെ സൊപ്പിൽ ആ മൂലൊക്കെ എന്നും ഉണ്ടാണ്ടാണ് ഓനെ. അപ്പൊ ഓനെ കാണാത്തപ്പോ മനസ്സിന് വല്ലാത്തൊരു വേദന. ഒന്ന് കാണാച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഓനിപ്പോ ഏതായാലും ഞമ്മളങ്ങോട്ട് വന്ന് കാണാൻ കഴിയൂലല്ലോ. ഞമ്മക്ക് ബൈക്കുണ്ടോലൊന്നും അവിടെ പോയി കാണില്ല നല്ലത്. അല്ല ഈ നടത്തത്തിലൊന്നും തിന്നിട്ടൊന്നും ഉണ്ടാവില്ലോ. എന്നാ പെരീക്കണ്ട് പോരി, നല്ല മട്ടൻ ബിരിയാണി ഉണ്ട്. ചോറൊന്നും മാണ്ടടാ, കുട്ടികളവിടെ വെച്ചിട്ടുണ്ടാവും. 2-3 പെരയിൽ കൂടി കേറാണ്ട് എന്നിട്ടാണ് പെരീക്കണ്ട് എത്താന്. ഞമ്മളൊരു ആണ്ടർത്തി ഉണ്ടാവുമ്പോളെ കുടുംബത്തിലൊക്കെ ഒന്ന് സന്ദർശിച്ചോളൂ. ഇപ്പുള്ള കുട്ടികൾക്ക് അതൊന്നും അറിയില്ലല്ലോ.